17 ഡിസംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ലിക്വിഡിറ്റി ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുന്നത് 53,868 മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഞാൻ ഡൗൺ സൈഡ് ട്രേഡ് ആയിരിക്കും ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ചെയ്യുക. ഇനി ഇൻ കേസ് നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് 53,320 താഴെയോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ആദ്യം അങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ അപ്സൈഡ് ട്രേഡിനായിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ കൺസിഡർ ചെയ്യുക. അതായത് ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി മുകളിലേക്ക് ട്രേഡ്, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്ക് ട്രേഡ്. അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഇനി നിഫ്റ്റിയുടെ ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നിഫ്റ്റി 24,574 താഴേക്കാണ് മാർക്കറ്റ് വരുന്നത് ആദ്യം വരുന്നതെങ്കിൽ അപ്സൈഡിലേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. അതുപോലെ ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ട് ലിക്വിഡിറ്റി, 24,500 താഴെയുണ്ട് ലിക്വിഡിറ്റി. ഇതിൻ്റെ താഴേക്ക് വന്നാൽ അപ്സൈഡ് നോക്കാം നമുക്ക്. 24,500 എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ലെവലും ആണല്ലോ. ഓക്കെ, ഇനി മാർക്കറ്റ് 24,768 മുകളിലേക്കാണ് ആദ്യം പോകുന്നതെങ്കിൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഡൗൺ സൈഡിലായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഫസ്റ്റ് അറ്റംപ്റ്റിൽ മാത്രമാണ് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയക്ക് അനുസരിച്ച് ഞാൻ ട്രേഡ് എടുക്കുക. പിന്നീട് അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന ലിക്വിഡിറ്റി ഏരിയക്ക് അനുസരിച്ചായിരിക്കും ട്രേഡ് എടുക്കുക. ഇന്നത്തെ ലൈവ് ട്രേഡ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എനിവേ താങ്ക് യു, ബൈ.